ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 23-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദണ്ഡവിമോചനം, അനുരഞ്ജനം, ദൈവകരുണയുടെ ശക്തി, ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ പോവുക. ജൂലൈ വർഷത്തിൻ്റെ പ്രധാന സവിശേഷതയിൽ ഒന്നാണ് ദണ്ഡവിമോചനം. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ പരിധികളില്ലാത്ത സ്വഭാവം കണ്ടെത്താനുള്ളൊരു വഴിയാണ്. പ്രാചീന കാലത്ത് കരുണ അല്ലെങ്കിൽ ദണ്ഡവിമോചനം എന്നിവ അന്യോന്യം ചേർന്ന് നിന്ന പദങ്ങളായിരുന്നു. ഇത് പദങ്ങളുടെ ഒരു ഐക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ദൈവക്ഷമയുടെ സമ്പൂർണതയുടെ ഒരു പ്രകാശനമായിരുന്നു. ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രകാശനങ്ങളായ അനുരഞ്ജന കൂദാശയുടെ സൗന്ദര്യവും ദണ്ഡവിമോചനത്തിൻ്റെ അർത്ഥവും അതുപോലെ ക്ഷമിക്കുവാനുള്ള നമ്മുടെ കടമയും നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അനുരഞ്ജന കൂദാശ എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടലാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം ഇതാണ്. അന്ത്യവിധി എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കാണുന്ന പോലെ തന്നെ അതിനു മുമ്പ് നമ്മെ തന്നെ അനുദപിച്ച് തമ്പുരാൻ്റെ വിധിക്കായിട്ട്, തീർച്ചയുള്ള അവിടുത്തെ വിധിക്കായിട്ട് നമ്മൾ സ്നേഹപൂർവ്വം കാത്തിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അനുതാപത്തിൻ്റെ മേഖലയെക്കുറിച്ചാണ് ഇവിടെ പറയുക. അനുരഞ്ജന കൂദാശയാണ്, ഒരു സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടലാണ്. ദൈവത്തിൻ്റെ ക്ഷമ ഉറപ്പ് നൽകുന്ന മഹത്തായ ഒരു ആത്മീയ ദാനമാണ് സാക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ, കുമ്പസാരം എന്ന് പറയുന്നത്. ഇവിടെ സങ്കീർത്തനത്തിൻ്റെ എപ്പോഴും പറയുന്ന കാര്യമാണ്. സങ്കീർത്തനം 103 പറയുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നത് എത്രത്തോളമാണെന്ന് കാണുകയാണ്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 103:12 കിഴക്കും പടിഞ്ഞാറുമുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി. അനുരഞ്ജന കൂദാശയുടെ ഒരു ആത്മീയ യാത്രയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ആത്മീയ യാത്രയിൽ നിർണായകവും അനിവാര്യവും അടിസ്ഥാനപരവുമായ ഒരു ചുവടുവെപ്പാണ് ഈ അനുരഞ്ജന കൂദാശ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ എപ്പോഴും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ജീവിതത്തിലുണ്ടാവണം. കൂടെ കുറേ കാര്യം നമ്മൾ കരുതണം. അതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതുപോലെ നിർണായകവുമായ ഒരു കാര്യമാണ് അനുരഞ്ജന കൂദാശ. കർത്താവിനെ അറിയാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ കർത്താവുമായി രമ്യതപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം കർത്താവുമായി രമ്യതപ്പെടാൻ നാം അനുവദിക്കുന്നതിനേക്കാൾ അവിടുത്തെ അറിയാൻ വേറെ മികച്ച മാർഗമില്ല എന്നുള്ളതാണ്. രമ്യതപ്പെട്ടെങ്കിൽ മാത്രമേ, തമ്പുരാൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ മാത്രമേ അവിടുത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. മാറി നിന്നുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണത് കാണുന്നത്. അവിടുത്തെ അറിയാനായിട്ട് രമ്യപ്പെടുക എന്നതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ മികച്ച മാർഗം വേറെ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തെ അറിയണമെങ്കിൽ കുമ്പസാരത്തെ നാം നിരസിക്കരുത്. ഇത് കൂദാശയുടെ സൗഖ്യദായകവും ആനന്ദം നൽകുന്നതുമായ സൗന്ദര്യം നാം പുനർകണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു പരിധിവരെ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കുമ്പസാരം എന്ന കൂദാശയുടെ ഒരു മഹനീയതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിനെ വികലമാക്കപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോഴും ഈ ഒരു കുമ്പസാരം ആ ഒരു കാര്യത്തെ നമ്മൾ നിരസിക്കാതിരിക്കാനായിട്ട്, അത് സൗഖ്യദായകവും ആനന്ദം നൽകുന്നതുമായ ഒരു സൗന്ദര്യം എന്നിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. അതുപോലെ തന്നെ അനുരഞ്ജന കൂദാശ പാപം ക്ഷമിക്കുമ്പോഴും അതിൻ്റെ അനന്തരഫലങ്ങൾ അവശേഷിക്കാമെന്ന് സ്നേഹത്തോടെ ഓർമ്മയുണ്ട്. ഒരു പാപത്തിൻ്റെ മുറിവ്, ഓരോ പാപവും ഒരു മുറിവുണ്ടാക്കുന്നു. ഇതിന് പുറമേയും അകമയും പ്രത്യാഘാതങ്ങളുണ്ടെന്ന് ഓർക്കണം. ആന്തരികമായി ഓരോ പാപവും, അത് ലഘുവായതുപോലും സൃഷ്ടികളുമായി ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ശുദ്ധീകരണം ആവശ്യമായിട്ടുണ്ട്. ഈ ഫലങ്ങൾ ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തര ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ ശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ അതൊരു പാപം നമ്മളിൽ നിന്നും, അതുകൊണ്ടാണ് പാപങ്ങളുടെ പൊറുതിക്കും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുന്നതാണ്. പാപങ്ങളുടെ മോചനം ഉണ്ടാവണം, അതിൻ്റെ കടങ്ങളുണ്ടാവും. ഒരു പാപം ചെയ്യുമ്പോഴത്തേക്കും പല കടങ്ങൾ അവിടെ
ഉണ്ടാവുകയാണ്. അപ്പോൾ കടങ്ങളുടെ പൂർത്തിക്കുമായിട്ടാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം, അല്ലെങ്കിൽ ബലിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത് ഒരു പാപം ചെയ്യുമ്പോൾ അത് ലഘുവായിട്ടുള്ളതാണെങ്കിൽ പോലും ആരോഗ്യകരമല്ലാത്ത ഒരു കാര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കുമ്പസാരം എന്ന കുദാശയിലൂടെ ആ പാപം മോചിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ആ കടങ്ങൾ അവിടെ നിൽക്കും. അതിനെ ആണ് നമ്മൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെയൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അതങ്ങനെയാണ്. അപ്പോൾ ഈ ഫലങ്ങൾ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചോ നമ്മൾ വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ വെച്ചതിനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ അത് എത്രയും നല്ലത്. അവിടെയാണ് ഈ പൂർണ്ണ അല്ലെങ്കിൽ ദണ്ഡവിമോചനത്തിൻ്റെ പങ്കെന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യത്വം ദുർബലമായതിനാൽ പാപത്തിൻ്റെ അവശേഷിക്കുന്ന ചില ഫലങ്ങൾ നിലനിൽക്കും. ഇവ കർത്താവിൻ്റെ കൃപയാൽ ദണ്ഡവിമോചനം വഴിയാണ് നീക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു പൂർണ്ണത ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചില കാര്യങ്ങൾ, പാപത്തിൻ്റെ ചില അവശേഷിക്കുന്ന ഫലങ്ങൾ ഉണ്ടാവും, അതിനെക്കൂടി നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ദണ്ഡവിമോചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദണ്ഡവിമോചനം നേടാനും ആത്മീയമായ സാഫല്യം കൈവരിക്കാനും ചെയ്യേണ്ട ആചാരങ്ങളും ചട്ടങ്ങളും ഒരു അപ്പസ്തോലിക പെനിറ്റൻഷ്യാലിറ്റി പുറപ്പെടുവിക്കുന്നൊരു കാര്യം ഇതാണ്. സ്നേഹമാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. വിശുദ്ധ പോൾ ആറാമൻ എഴുതിയതുപോലെ അവിടുന്ന് തന്നെയാണ് നമ്മുടെ ദണ്ഡവിമോചനം. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ ലഭിക്കുന്ന കാര്യമാണ്. രക്ഷാകര പ്രവൃത്തി നമുക്കറിയാമല്ലോ, അവിടുത്തെ മനുഷ്യാവതാരം മുതൽ കുരിശുമരണവും ഉത്ഥാനവും വരെയാണ്. അത് മനുഷ്യാവതാര പ്രവൃത്തിയാണ്. ആ മനുഷ്യാവതാര രക്ഷാകര പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിച്ചു തന്നെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. പൂർണ്ണ വിമോചനം എന്ന് പറയുന്നത് ഈ പൂർണ്ണമായ മോചനം നൽകാൻ നമ്മുടെ ഹൃദയങ്ങളെ ആവശ്യക്കാരുടെ മുമ്പിൽ തുറവുള്ളതാക്കാനും അവരോട് ക്ഷമിക്കാനും കൂടിയുള്ളതാണ്. അപ്പം അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത് നമുക്ക് തുറവിയോടെ സംസാരിക്കാനും ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കാനും കൂടി സാധിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ ദണ്ഡവിമോചനം പൂർണ്ണമാവുക. ക്ഷമയെന്ന് പറയുന്നത് ഭാവിയെ മാറ്റാനുള്ള വഴിയാണ്. എപ്പോഴും കരുതലോടെ കാത്തിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ, ഒരുവൻ്റെ ഭാവിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടു വിധത്തിലാണ്. ദൈവം നമ്മോട് ക്ഷമിച്ചാൽ നമ്മുടെ ഭാവി മാറും, നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാലും ഭാവി മാറും. ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കിടപ്പുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. അപ്പം ക്ഷമിച്ചാൽ നമ്മോടും ക്ഷമിക്കപ്പെടുന്നൊരു മനോഹരമായൊരു ആത്മീയ തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് നൽകിയ ക്ഷമ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കരുത്ത് നമുക്ക് പകർന്നിരുന്നതാണ്. അല്ലെങ്കിൽ സുവിശേഷത്തെ കാണുന്ന പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷമ സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. മാറ്റമില്ലാത്തൊരു പഴയകാലം, ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്തെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. പഴയ കാലത്ത് സംഭവിച്ചതിനെ മാറ്റാൻ അതിന് കഴിയില്ല, പക്ഷെ അതിനൊരു മാറ്റുന്ന ഭാവമുണ്ട്. നമ്മുടെ ഭാവിയെ മാറ്റാനും ദേഷ്യം, വിദ്വേഷം, പ്രതികാരം എന്നിവയില്ലാത്ത വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കാനും സാഹചര്യം തരും. ക്ഷമയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ മാറ്റിയെടുക്കത്തൊന്നുമില്ല, പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തെ ഒരു പുതിയ സാഹചര്യം നമുക്കായിട്ട് അങ്ങനെ ഒരു തെളിമയുള്ളൊരു ഭാവി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പഴയകാല ചിന്തകളെയും സംഭവങ്ങളെയും ഒക്കെ വ്യത്യസ്തമായ കണ്ണുകളോടെ കൂടുതൽ പ്രശാന്തമായ പ്രത്യാശയോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ ദൈവകരുണയുടെ മിഷണറിമാരെന്ന് കഴിഞ്ഞ അസാധാരണ ജൂബിലി വർഷം സ്ഥാപിക്കപ്പെട്ട ദൈവകരുണയുടെ മിഷണറിമാർക്ക് ഈ ജൂബിലിയിലും സുപ്രധാന ദൗത്യമുണ്ട് എന്ന് വിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. ദൗത്യമെന്ന് പാപയ്ക്ക് പ്രത്യാശ പുനർജനിപ്പിച്ച് ക്ഷമ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുക. പിതാവിൻ്റെ കരുണയാൽ പ്രചോദിതരായി പ്രത്യാശയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഉറവയായി അവർ നിലനിൽക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മെത്രാന്മാർ അവരുടെ വിലയേറിയ ശുശ്രൂഷയുടെ ഗുണം ഉപയോഗപ്പെടുത്താനായിട്ട് പരിശുദ്ധത പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ പ്രത്യാശ എന്ന് പറയുന്നത് അതികഠിനമായി പരീക്ഷിക്കപ്പെടുന്ന ഇടങ്ങളുണ്ട്. അത് ദൈവകരുണയുടെ മിഷണറിമാർ പ്രത്യേകമായി എത്തേണ്ട ഇടങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. ഒന്ന്, പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടത്, അതായത് പ്രത്യാശയുടെ അതികഠിനമായി പരീക്ഷിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് അവരെ അയക്കപ്പെടണം. 1 തടവറകൾ, 2 ആശുപത്രികൾ, 3 മനുഷ്യ അന്തസ്സ് ലംഘിക്കുന്ന ഇതര സ്ഥലങ്ങൾ, 4 പട്ടിണി അമിതമായിരിക്കുന്നതും സാമൂഹിക ച്യുതി നിലനിൽക്കുന്നതുമായ ഇടങ്ങൾ. ഇങ്ങനെ 5 ഇടങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് അയക്കുകയാണ്.
തടവറകൾ, ആശുപത്രികൾ, മനുഷ്യാന്തസ് ലംഘിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, പട്ടിണി അബദ്ധമായിരിക്കുന്നതും എന്ന സ്ഥലങ്ങൾ, സാമൂഹ്യച്യുതി നിലനിൽക്കുന്നതുമായ ഇടങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ കരുണയുടെ മിഷണന്മാർ കടന്നു ചെല്ലണമെന്ന് പ്രത്യേകമായിട്ട് പറയുക. അതായത് ഈ ജൂബിലി വർഷത്തിൽ ആർക്കും ദൈവത്തിൻ്റെ ക്ഷമയും ആശ്വാസവും ലഭിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹത്തിൻ്റെ കരുണയുടെ മിഷണന്മാരിവിടെ കടന്നു ചെല്ലണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കരുണയുടെ ഒരു മിഷണറി ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. തടവറകളിലും ആശുപത്രികളും മനുഷ്യാന്തസ് ലംഘിക്കപ്പെടുന്ന ഇതര സ്ഥലങ്ങളും പട്ടിണി അബദ്ധമായിരിക്കുന്ന സ്ഥലങ്ങളിലും സാമൂഹ്യച്യുതി നിലനിൽക്കുന്ന ഇടങ്ങളിലുമൊക്കെ നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നു. അവിടെ ക്ഷമയുടെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ വക്താക്കളായിട്ട് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കട്ടെ. ചുരുക്കത്തിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സമാപന എന്ന് പറയുന്നത് ദണ്ഡവിമോചനത്തിലൂടെയും അനുരഞ്ജന കുദാശയിലൂടെയും ദൈവകരുണയുടെ പൂർണ്ണത നാം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ കരുണ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ അനുരഞ്ജന കുദാശയുടെ സൗന്ദര്യം നമ്മൾ കണ്ടെത്തണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ചോദ്യം ഇതാണ്: അനുരഞ്ജന കുദാശ നിരസിക്കാതെ ദൈവത്തിൻ്റെ ക്ഷമ ആസ്വദിക്കാൻ ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് ഒരുക്കുന്നത്? അതായത് പരിശുദ്ധമായ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കും, അങ്ങനെ ദേഷ്യമില്ലാത്ത ഒരു തെളിമയുടെ ഭാവി ഞാൻ സാധ്യമാക്കും എന്നൊരു ചിന്ത എപ്പോഴും കൊണ്ടു നടന്നുകൊണ്ട് ജീവിതത്തെ ഒരു പുനർക്രമീകരിക്കാനായിട്ട്, ജൂബിലി വർഷത്തിലൊന്ന് നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും. അതായത് എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കും, അങ്ങനെ ദേഷ്യമില്ലാത്ത ഒരു തെളിമയുള്ള ഭാവി ഞാൻ സാധ്യമാക്കുമെന്ന് എനിക്ക് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. രണ്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഈശോ അനുഗ്രഹിക്കട്ടെ.